ഇടുക്കി ജില്ലയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള 5 ഗ്രാമങ്ങളെടുത്താൽ അതിലൊന്നാണ് നമ്മുടെ കൊടയത്തൂർ. 153 സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന മലങ്കര ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയിലുള്ള ഗ്രാമമാണ് കൊടയത്തൂർ. അപ്പോൾ നമുക്ക് കൊടയത്തൂരിലുള്ള വയനക്കാവലമ്മയുടെ ഉത്സവവും ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും നമുക്കൊന്ന് കാണാം. നിങ്ങൾ തൊടുപുഴയിലും മറ്റും വന്നാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഗ്രാമമാണ് ഈ ഒരു കൊടയത്തൂർ. ഒരുപാട് മലയാള ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കൊടയത്തൂർ ഗ്രാമത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള 5 ഗ്രാമങ്ങളെടുത്താൽ അതിലൊന്നിലാട്ടോ നമ്മുടെ കൊടയത്തൂരും കൊടയത്തൂരിൻ്റെ പരിസര പ്രദേശങ്ങളും എൻ്റെ തൊട്ട് വലത് സൈഡിലായിട്ട് കാഞ്ഞാറ്, അതിൻ്റെ തൊട്ടിപ്പുറ കൊടയത്തൂർ, ഇതിന് നടുക്കായിട്ട് നമ്മുടെ ദൃശ്യം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള കൈപ്പക്കവല എന്ന് പറയുന്ന ലൊക്കേഷനിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പുറയിൽ കാണുന്ന മല കണ്ടോ, ആ ഒരു ഭാഗം ഇലവീഴ പൂഞ്ചിറ മലനിരകളാണ്. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒഴുകുന്ന നമ്മുടെ തൊടുപുഴ ആറാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വർഷത്തിൽ ഏത് ദിവസവും എത്ര കൊടും വേനൽ വന്നാലും നിറഞ്ഞൊഴുകുന്ന തൊടുപുഴ ആറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ തൊടുപുഴ ആറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നാ പറഞ്ഞത്, നമ്മുടെ ഇടുക്കി ഡാം റിസർവോയർ വെള്ളം ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം നമ്മുടെ മൂലമറ്റം പാർക്ക് ഹൗസിലെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം നിറഞ്ഞൊഴുകുന്ന പുഴയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏത് സമയത്ത് വന്നാലും വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നീന്തലൊക്കെ അറിയാമെങ്കിൽ വേണമെങ്കിൽ പുഴയിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. അത് നീന്തൽ അറിയാവുന്നവർക്ക് മാത്രം, അല്ലെ വളരെ അപകടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് കാണാൻ പോകുന്ന ഇവിടെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള വയനക്കാവ് എന്നൊരു ക്ഷേത്രമുണ്ട്. അത് ഈ ഒരു മലങ്കര ജലാശയത്തിൻ്റെ ഒരു ചെറിയ നടുക്കായിട്ട്, അതായത് ചുറ്റും മലങ്കര ജലാശയമാണ്, അതിന് തൊട്ട് നടുക്കായിട്ട് ചെറിയൊരു ദ്വീപ് പോലെ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വയനക്കാവ്. അപ്പോൾ അവിടുത്തെ ഉത്സവമാണെന്ന്. അതിൻ്റെയൊക്കെ സ്ഥിര ലൊക്കേഷനാണ് നമ്മുടെ രസതന്ത്രം പോലുള്ള സിനിമകൾ. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും, പിന്നെ നമ്മുടെ കുഞ്ഞിക്കൂനൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പെട്ടിക്കടയൊക്കെ നമ്മൾ പോണ വഴിക്ക് തന്നെ കേട്ടോ. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ ലൊക്കേഷൻ. അങ്ങനെ ഒരുപാട് നല്ല ലൊക്കേഷൻ ഉണ്ട്. ശരിക്കും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള, ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള, ഗ്രാമഭംഗി കൊണ്ട് അത് നമ്മുടെ പാലക്കാട് കൊല്ലംകോടൊക്കെ പോലെ തന്നെ ഒരു പ്രദേശമാണ് ഇത്. അത്രമാത്രം ഭംഗിയുണ്ട്. നിങ്ങൾ പാലക്കാടിനെ കൊല്ലംകോടിനെ എങ്ങനെ സ്നേഹിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലെ ഈ ഒരു കൊടയത്തൂർ ഈ ഗ്രാമപ്രദേശം സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാമത്തെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ കുറച്ച് പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് നമ്മുടെ ഗ്രാമഭംഗി നശിപ്പിക്കുന്ന രീതിയിൽ ആരും ചെയ്യരുത് എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. നമ്മൾ ടൂറിസ്റ്റായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഗ്രാമത്തിൻ്റെ ഭംഗി ചോരാതെ തന്നെ യാത്ര ചെയ്യുക, സ്ഥലങ്ങൾ ആസ്വദിക്കുക. എന്താ പറയുന്നത്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഒന്നും ഇടാതെ തന്നെ നമ്മൾ വണ്ടിയെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി അത് ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ട സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ഈ ഒരു ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഓരോ ഗ്രാമങ്ങളും. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു കൊടയത്തൂർ വരണമെങ്കിൽ 2 വഴികളുണ്ട്. ഒന്ന് തൊടുപുഴ ഇടുക്കി പുളിയമല റൂട്ടിൽ നിങ്ങൾക്ക് യാത്ര ചെയ്താൽ കൊടയത്തൂർ വന്നിട്ട് ഈ ഒരു പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കാരിക്കോട് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ, ആനക്കയം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആനക്കയം വഴി വന്നാൽ നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്ന ഈ ഒരു പ്രദേശത്ത് കേട്ടോ, അതുകൂടി ഇങ്ങനെ നേരെ കോളപ്പുറം വന്നിട്ട് കൊടയത്തൂർ വന്നിട്ട് കൈപ്പക്കവല ആ നേരെ വഴി കാഞ്ഞാറിലാണ് പോകുന്നത്. അങ്ങനെ 2 പാരലായിട്ട് വഴികളുണ്ട്. അപ്പോൾ ഗ്രാമങ്ങളുടെ ഭംഗിയാണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാരിക്കോട് വഴി ഒന്ന് ചൂസ് ചെയ്യാം കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു സമയത്ത് വന്നാൽ, ഇത് നല്ല വേനലാണ്, പക്ഷേ വേനലിൽ വന്നാൽ അതിരാവിലെ ഒരു 7 to 10 o'clock വരെ നല്ല കാലാവസ്ഥയായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം വെയിലായിരിക്കും. പിന്നെ വൈകിട്ടൊരു 4 മണിക്ക് ശേഷമൊക്കെ വരുവാണെങ്കിൽ നല്ല കാലാവസ്ഥയാണ് ഇപ്പം. പിന്നെ തൊടുപുഴയാറിങ്ങനെ നിറഞ്ഞൊഴുകുമല്ലേ, എത്ര ഭംഗിയാണെന്ന് നമുക്ക് ഒറ്റ വാക്കി പറയാൻ ഉത്തരമില്ല. അത്രമാത്രം ഭംഗിയാണ് നമ്മുടെ തൊടുപുഴയാറ്. വയനക്കാവിലെ ഉത്സവം 12, 13, 14 തീയതിയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ ഈ ഉത്സവം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും വരും വർഷങ്ങളിൽ, അതായത് അടുത്ത വർഷവും ഇതേ ഒരു സമയത്തായിരിക്കും ഉത്സവം. ഒരു പക്ഷേ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉത്സവത്തിൻ്റെ കാഴ്ചയോടൊപ്പം തന്നെ ഈ ഒരു ഗ്രാമഭംഗി ആസ്വദിക്കാൻ നിങ്ങളെവരെയും ഞാൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ട് ആ കാവിലേക്ക് യാത്ര ചെയ്യാം. അത്ര സുന്ദരമാണല്ലേ ഈ ഒരു പ്രദേശം. ഇതിലേക്കൂടെ എത്ര വശം നടന്നാലും നമുക്ക് മതിയാവില്ല കേട്ടോ, അത്രമാത്രം സുന്ദരമാണ്. അപ്പോൾ എൻ്റെ പുറകെ കാണാൻ കണ്ടോ, ഇവിടെ വടംവലിക്ക് അവർ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് എനിക്കാണ് കേട്ടോ. കൊള്ളാം. അപ്പോൾ ഇവിടുത്തെ വടംവലിക്കുന്ന ചേട്ടന്മാരൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ കുഞ്ഞിക്കൂനൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കട കണ്ടോ, നമ്മുടെ വിമൽ കുമാറിൻ്റെ കട കേട്ടോ. അത് കാലം മുമ്പല്ലേ കുഞ്ഞിക്കൂനൻ എന്ന സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്കൊരു 10-15 വർഷമായെന്ന് തോന്നുന്നു. എൻ്റെയൊക്കെ +2 സമയത്താണ് ആ ഒരു സിനിമയുടെ ഷൂട്ടിങ് കണ്ടത്. ആ കട ഇപ്പോൾ അതുപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ കടകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശങ്ങൾക്കോ ഒന്നും മാറ്റങ്ങൾ സംഭവിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാം വരുന്നത്. പുതിയ വീടുകൾ വന്നാലും ആ പഴയ വീട് അതുപോലെ തന്നെ ഉണ്ടാകും. ഇവിടുന്ന് കുറച്ച് ഒരു 200 മീറ്ററിന് മുന്നോട്ട് പോയാൽ നമുക്ക്
നമ്മുടെ മുന്നിലുള്ളത് കൊടയത്തൂർ പാലമാണ്. ഈ കൊടയത്തൂർ പാലം കഴിഞ്ഞ് കുറച്ചൊരു 200 മീറ്റർ മുന്നോട്ട് പോയാൽ ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്, വണ്ടി പോണ വഴി കേട്ടോ. അല്ലെ പിന്നെ ഈ കൊടയത്തൂർ പാലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മണ്ണ് വഴിയുണ്ട്. ആ മണ്ണ് വഴി കണ്ടോ, ആ മണ്ണ് വഴി കൂടിയിട്ട് നേരെ മുന്നിൽ കാണുന്ന ചെറിയൊരു ദ്വീപ് പോലെ കണ്ടോ. അപ്പോൾ അതാണ് നമ്മുടെ വായനക്കാവ് ഇരിക്കുന്ന ഒരു പ്രദേശം. അതിൻ്റെ ചുറ്റും ഇങ്ങനെ മലങ്കര ജലാശയമാണ്. നമ്മുടെ പകുതി പാലം എന്നൊക്കെ പറഞ്ഞ പാലം ഈ വായനക്കാവിൻ്റെ തൊട്ട് പിറകിലാട്ടോ. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാമഭംഗി കണ്ട് നമുക്ക് ഉത്സവം കൂടുന്നൊരു പ്രത്യേക അനുഭൂതിയല്ലേ, അതാണ്. അപ്പോൾ ഈ ഗ്രാമഭംഗിയോടൊപ്പം തന്നെ നമുക്ക് ഉത്സവത്തിൻ്റെ കാഴ്ചകളും കൂടി കാണാം. ഞാനവിടെ ചെന്ന സമയത്ത് അവിടെ പൊങ്കാല മഹോത്സവം നടക്കുമായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു ചടങ്ങ് നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വർഷം വന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഉത്സവത്തിൻ്റെ കാഴ്ചകൾ കൂടി ആസ്വദിച്ചിട്ട് പോകാം. ഇവിടെ വലിയ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനുള്ള പോലെ ഒന്നും വലിയ ആനകൾ എഴുന്നള്ളിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എല്ലാ ഗ്രാമീണരും ഒത്തുചേർന്ന് ഒരുപോലെ കൂടുന്ന ഒരു ഉത്സവമാണ് ഈ ഒരു വായനക്കാവിലമ്മയുടേത്. എനിക്കിവിടെ വരാനും ഇവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് എന്നെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു ടൈമിൽ ഏതൊരു കാലാവസ്ഥ വന്നാലും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. മൂവാറ്റുപുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ തൊടുപുഴയാറിനെ തടഞ്ഞു നിർത്തി മലങ്കരയിൽ നിർമ്മിച്ചേക്കുന്ന ഡാമാണ് മലങ്കര ഡാം. 1994 ഈ ഒരു ഡാം പണികൾ പൂർത്തിയായത്. അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ് നമ്മൾ ഈ പറഞ്ഞ വായനക്കാവും കൊടയത്തൂരും എല്ലാം തന്നെ കേട്ടോ. 153.5 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതിൻ്റെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പം ഈ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ അതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഉൾപ്പെടും. ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതി ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉത്സവത്തിൻ്റെ ആംബിയൻസ് അല്ല, ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. വയനക്കാവുമായിട്ടുള്ള ബന്ധം ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തെ ശരകുത്തി ശ്രീധർമ്മശാസ്ത്ര ദേവീക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ ചെറുപ്പം മുതലേ നമ്മളിവിടെ വരികയും അതുപോലെ തന്നെ ദേവിയായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉദ്ദിഷ്ട കാര്യത്തിന് നമ്മളിവിടെ വരാറുണ്ട്. അവൻ്റെ വൈകിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലേ? അതെ. ഇപ്പം ഇന്നാണ് ഉത്സവം തുടങ്ങിയത്. 3 ദിവസത്തിന് ഉത്സവം ഉണ്ടല്ലേ? കുട്ടികളുടെ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ട് വൈകിട്ടുണ്ടല്ലേ? കൈകുട്ടി കളിക്കാൻ മോളുണ്ടോ? ഇല്ല, എക്സാം ആയിട്ടില്ല അല്ലേ? ശരി. എൻ്റെയൊക്കെ ചെറുപ്പകാലം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, മനസ്സിന് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു. കൂട്ടുകാരൊക്കെ ഒരുമിച്ച് ഉത്സവപ്പറമ്പിലൊക്കെ പോയിട്ട് എന്നെ കളിയും ചിരിയുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ എത്ര സുന്ദരമായിട്ടുള്ള ഓർമ്മകളല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ആ പഴയ ഒരു 90s അല്ലെങ്കിൽ 80s കിഡ്സ് ആ ഒരു ഭാഗ്യമുള്ളവരാണ്. ഉണ്ടല്ലോ ഇപ്പം നിൽക്കുന്ന ഇവിടുത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഇത് പണ്ട് പകുതി പാലം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കേട്ടോ. വായനക്കാവോട് ചേർന്നുള്ള പാലമാണിത്. അപ്പം ഇതിനൊരു ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, അതുണ്ടോ? ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു കമ്പി വെച്ച ഭാഗം കണ്ടോ? അപ്പം ഇത് ഇവിടം വരെ ഉള്ളായിരുന്നു. ഈ ഒരു പാലത്തിൻ്റെ ഇവിടം വരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ മറ്റേ പാലം അവിടെ നിന്ന് വന്നിട്ട് ഈ നടുക്ക് വരെ ഉള്ളായിരുന്നു. ഈ നടുക്ക് ഇങ്ങനെ ഗ്യാപ്പായിരുന്നു, കുറേ നാളങ്ങനെ കിടന്നു കേട്ടോ. പിന്നീടാണ് ഇതിൽ കൂട്ടി യോജിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഈ ഒരു പാലത്തിന്. നമ്മുടെ ആര്യ സിനിമയ്ക്കകത്ത് കണ്ടില്ലേ? പിന്നെ നമ്മുടെ ഇന്നസെൻ്റ് ഒരിടത്തൊരു പോസ്റ്റ് വന്ന സിനിമയ്ക്കകത്ത് ഇന്നസെൻ്റ് എപ്പോഴും ഉറക്കമാണല്ലോ. അങ്ങനെ സൈക്കിളിൽ കൊണ്ട് വന്നിട്ട് നേരെ വെള്ളത്തിലോട്ട് പോകുന്ന സീൻ കാണിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആനക്കയം പാലമൊക്കെ ഉള്ളത്. നമ്മുടെ ഈ ഒരു പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ഇലവിഴാപ്പൂഞ്ചിറ എന്ന മലനിരകൾ. പിന്നെ അതിൻ്റെ തൊട്ട് ഈ വായനക്കാവിൻ്റെ പുറകിലുള്ള വലിയൊരു മലയാണ് നമ്മുടെ മുതിയാൻമല എന്ന് പറയുന്നൊരു മല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഈ ഒരു പാലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ട് ഓടി വരും കേട്ടോ. ശരിക്കും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഗ്രാമത്തിൽ വരുമ്പോൾ ഈ ഒരു പാലത്തെ കയറിയിട്ട് കുറേ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. കുറേ നല്ല ഓർമ്മകളൊക്കെ നമുക്ക് അയവിറക്കാം. പിന്നെ കുറേ നല്ല ഫോട്ടോസ് എടുക്കാം. എവിടെ വന്നാലും ഫ്രെയിമാണ്. അപ്പോൾ നിങ്ങളൊരു ഫോട്ടോഷൂട്ടിനൊക്കെ വരുവാണെങ്കിൽ ഈ കൊടയത്തൂർ എന്ന ഗ്രാമം മാത്രം ചൂസ് ചെയ്താൽ മതി. ഒരുപാട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. എന്തായാലും വരുന്നവർ ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ചോരാതെ തന്നെ എന്നാ പറയുക, ഇവിടെ മാലിന്യമൊന്നും കൊണ്ടിടാതെ തന്നെ നല്ല രീതിയിൽ ട്രാവൽ ചെയ്ത് നല്ലൊരു സഞ്ചാരിയായിട്ട് മാത്രം ഈ ഒരു ഗ്രാമം കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കേട്ടോ. ഈ കൊടയത്തൂർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഉത്സവത്തിന് വരും കേട്ടോ. നാട്ടുകാരും പല സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരും. പിന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് വിദേശികളൊക്കെ ഇവിടെ വരും കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു താലപ്പൊലി ഘോഷയാത്ര ഇവിടുന്ന് തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് നിന്നാണ്. പരപ്പങ്കര എന്ന് പറഞ്ഞാൽ പാലത്തിന്, നമ്മുടെ പകുതി പാലമല്ലേ, ആ പാലത്തിന് അപ്പുറം നിന്ന് അമ്പലത്തിലേക്കാണ് താലപ്പൊലി ഘോഷയാത്ര. ഭയങ്കര രസമാട്ടോ. സാധാരണ ഉത്സവത്തിന് 2 ആനകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നേനെ കേട്ടോ. ആനപ്രേമികൾ ഒരുപാടുണ്ടല്ലോ. എനിക്ക് ഉത്സവത്തിനോട് ആനയെ എഴുന്നള്ളിപ്പിക്കുന്ന കാര്യം നമുക്ക് ഇഷ്ടമൊക്കെയാണ്. നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നാലും ഭയങ്കര വെയിലൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് തന്നെ.
പക്ഷേ ഞങ്ങളുടെ ഇങ്ങോട്ടൊന്നും അധികം ഉത്സവത്തിന് ഒത്തിരി ആനകളൊന്നും വരുന്ന ഉത്സവങ്ങൾ കുറവാട്ടോ. വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ ഉണ്ട്, എന്നാലും ഈ ചെറിയ അമ്പലങ്ങളിലൊന്നും കാണില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഗ്രാമഭംഗിയൊക്കെ എന്നാ പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന അമ്പലത്തിലെ ഉത്സവങ്ങളും ഒക്കെയാണ്. എന്തായാലും ഈ പാലത്തിലൂടെ താലപ്പൊലി ഘോഷയാത്ര പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. രാത്രിയിൽ വലിയ വെളിച്ചമൊന്നുമില്ലെങ്കിലും നല്ല രസമാണ് ആ പാലത്തേക്കിടെ അവരിങ്ങനെ നടന്നു പോകുന്ന കാഴ്ചകളെ കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നിങ്ങൾ വരും വർഷങ്ങളിൽ ഈ ഒരു ഉത്സവം കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കൊടയത്തൂരുള്ള എല്ലാ നിവാസികൾക്കും എൻ്റെ ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നാട്ടിലെ നല്ല കാഴ്ചയുടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയുടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.